അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഫസീൽ സിറ്റ് ഔട്ടിൽ കാത്തിരിക്കുകയാണ്. പഠിച്ചോനെ, ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക റബ്ബേ? ഇപ്പോഴും കാണുന്നില്ലല്ലോ. പഠിച്ചോനെ, എവിടെ പോയി നിൽക്കുക? എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പെട്ടെന്ന് മിസിരി അങ്ങോട്ട് വന്നു. ആ മോളെ, കുഞ്ഞു വന്നില്ലേ? കുഞ്ഞു വന്നിട്ടില്ല മോളെ. എന്താന്നാ മോൾ കിടന്നോ? ഞാൻ കാത്തിക്കണ്ടെന്ന് വിചാരിച്ചു കണ്ട് ഈ കാത്തിക്കണ്ട. ഇത്ത ഇത്ത പോയി കിടന്നോളി, ഞാൻ എന്നാൽ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. അല്ല മോളെ, വേണ്ട, മോള് കിടന്നോ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതാ ആ പെരുമഴത്ത് കുഞ്ഞുവിൻ്റെ കാറ് വീടിൻ്റെ മുറ്റത്തേക്ക് വരുന്നു. ആ വരുന്നുണ്ടോ? എത്ര സമയമായി? കുഞ്ഞോ, എടാ, എന്തേന്ന് ലേറ്റായത്? അത് കുറച്ച് കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോണ് പഴയ സ്റ്റോക്ക് ഒഴിവാക്കുന്ന റീസ്റ്റോക്ക് ചെയ്യലും ഒക്കെ പാടായിട്ട് കുറച്ച് തിരക്കായിരുന്നു. ആ അത് ശരി. ആ പിന്നെ മോന് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചോ? ഇന്ന് വേണ്ട, ഇന്ന് ഷമ്മാസിൻ്റെ വക ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടായിരുന്നു അവിടെ. ആ അത് ശരി. എന്നിട്ടാ പന്നെങ്ങനെ കാത്തിക്കണല്ലേ? ആ പിന്നെ കുഞ്ഞോ, മോനെ ഈ പുത്തൻ വീട് തറവാട് ചെന്ന് പോയി എന്നമ്മാരുടെ ഇപ്പം തന്നെ പോയിക്കോ. അതെന്തേ? അല്ലേ, ഐഷും എന്നോട് ഇങ്ങനെ ചെല്ലാൻ പറയണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഇപ്പം എന്താ എതിര് പറയാം? കുട്ടി ഒന്ന് ചെന്നാൾ, താത്താൻ്റെ കുട്ടി ചെല്ലി ഒന്ന് ചെന്നാൾ. എന്തിനാണ്? അല്ലേ അനുജിപ്പോൾ നമ്മളിപ്പോൾ തമ്മിൽ നല്ല രീതിയിൽക്കല്ലാത്ത കാലത്തൊക്കെ നല്ല രീതിയിൽ അവിടെ പോയിരുന്നതല്ലേ ഐഷുമ്മാനോട്. ആ അതൊക്കെ ശരി തന്നെയാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ചെന്നാൾ കേട്ടോ. ആ ആയിക്കോട്ടെ, നന്നാ ഞാൻ അപ്പത്തിനുണ്ട് ഇറങ്ങട്ടെ. അപ്പോൾ തന്നെ അതാ കുഞ്ഞു കാറ് തിരിച്ചു. എന്നാൽ ഉപ്പയും ഉമ്മയും ചോദിച്ചു, എന്തിനാണ് കുഞ്ഞു വേഗം പോയത്? അത് ഐഷുമ്മ വരാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാ ഏതാ ഒന്നും പറയാൻ പറ്റൂലല്ലോ, അങ്ങനെ പോയതാണ്. എന്തൊക്കെ തന്നെയായാലും ഓൻ വന്നോളൂ ഇങ്ങോട്ട്. ആ ആയിക്കോട്ടെ. നല്ല പേരും മഴയാണല്ലേ? എന്താണ് മഴ മക്കളെ, നല്ല കാറ്റും മഴയാണ്. ഓൻ കാറിലല്ലേ പോയത്, പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഏതാ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം കുഞ്ഞു പുത്തൻ വീട് തറവാട്ടിലെത്തി. ഒട്ടും പ്രതീക്ഷിക്കാതെ കുഞ്ഞു പുത്തൻ വീട് തറവാട്ടിലേക്ക് വരുന്നേ കണ്ട ഷമ്മാസ് ഒന്ന് ഞെട്ടി. കുഞ്ഞു, ഇതെന്ത് ഈ സമയം? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വാ കയറിയിരിക്കേ, വാ കുഞ്ഞു. അല്ല കുഞ്ഞു, പിന്നെ മുടി കളിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഷമുൻക ഒക്കെ അറിഞ്ഞു. പെട്ടെന്ന് അതാ ഐഷും അങ്ങോട്ട് വന്നു. ആരപ്പം അതോടെ വർത്താനം പറഞ്ഞു? അത് ശരി, കുഞ്ഞു വന്നിക്കണ. പഠിച്ചോനെ, എൻ്റെ കുട്ടിനെ ഞാൻ കാത്തിരിക്കേന്. ഫസീലാനോട് ഞാൻ പറയുന്നു, ഇജ് കുഞ്ഞുവിനൊന്നും ഇങ്ങോട്ട് വിട, എനിക്ക് ഓനെ കാണേണ്ടൊരു പൂതിയാണ്. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ എല്ലാവരും തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന നേരത്താണെങ്കിലും കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരും ഇട്ട്. 2 പെരുന്നാക്കും കൊല്ലത്തിൽ വരും എൻ്റെ അടുത്തേക്ക്. വന്നിട്ട് എന്നോട് കുറച്ച് വർത്താനം പറഞ്ഞ് മുണ്ടി പറഞ്ഞൊക്കെ പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു സമാധാനമാണ്. നല്ല സങ്കടമുണ്ട്. എന്നാലും ഇതാ ഇനിയിപ്പോൾ ഫസീൽ അങ്ങനെ നിൽക്കുന്ന കാലാണെങ്കിലും കൂടിയിട്ട് ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്നിന്. പാവം എൻ്റെ കുട്ടി. എടീ മോനെ, കുടിക്കാൻ എന്താ ഭക്ഷണം എടുക്കട്ടെ മോനെ? എൻ്റെ ഉമ്മ ഒന്നും വേണ്ട, ഇന്ന് ഷാമോനക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളി ഫുഡ് വാങ്ങി തന്നിരുന്നു. ആണോ ഷാമോനെ? അത് ശരി. എന്നാലും ഇപ്പോൾ കുടിച്ചാൽ എന്തെങ്കിലും എടുക്കാൻ ഞാൻ പറ്റൂലല്ലോ. അപ്പോൾ തന്നെ ആയുഷ്യമ്മ ഹോർലിക്സ് ഉണ്ടാക്കുവാൻ വേണ്ടി പറയുന്നു. പിന്നെ പേരും നല്ല മഴയല്ലേ, അപ്പം പിന്നെ ഒരു ചൂടുള്ള ഹോർലിക്സ് തന്നെ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ വെള്ളം ജ്യൂസും കൊടുക്കണ നേരമല്ലല്ലോ ഈ തണുപ്പത്ത്. മോനെ, അപ്പോഴേക്കും അതാ ആയുഷ്യമ്മ തന്നെ ഹോർലിക്സുമായി വന്നു. എൻ്റെ പൊന്നാര കുട്ടിയെ, എന്തൊക്കെയാ എൻ്റെ വർത്താനം? സുഖമല്ല എനിക്ക്? അതെ ഉമ്മ, സുഖമാണ്. ആ അല്ലേ, ഇവിടെ മുടിയാഴ്ചയിലും കാര്യമാണ്. അപ്പം എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാലേ, ഞമ്മക്ക് ഇതിൽ കൂടാണ്ട് നിക്കാഹോ നിശ്ചയിക്കാണ് നടത്തേനു പറയാം. ഒരു നിമിഷം അതാ കുഞ്ഞ് ഞെട്ടി. എന്തിയടാ? കുഞ്ഞുവിൻ്റെ മുഖഭാവം ശരിക്കും ഐഷുമ്മക്ക് മനസ്സിലായി. എന്തി കുട്ടിയെ? ഉമ്മ, അതിപ്പോ അതെന്തേ പെട്ടെന്ന് എനിക്കൊരു മനംമാറ്റം? ഒന്നുമില്ല, അത് പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ നടക്കുക. പെട്ടെന്ന് ഒരു നടക്കായില്ല. സമ്മതം നിങ്ങളുടെ രണ്ടാളതും ഉണ്ടെങ്കിലും വാഫി ഉസ്താദിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ ഇപ്പം ഇന്ന് നടക്കണേനെ. അത് പെട്ടെന്ന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്. അതെന്തിയടാ? കുഞ്ഞു അങ്ങനെ പറഞ്ഞു? ഷാമോൻ എന്നോട് ഓനെന്തേ പറഞ്ഞു? ഇല്ല. പിന്നെ എന്താ കുഞ്ഞോ? ഉമ്മ ഒന്നുമില്ല, അതിപ്പോൾ ചെറിയൊരു ഇഷ്യൂസിലാണ്. ഇഷ്യൂയോ? പ്രശ്നമോ? എന്ത് പ്രശ്നം? ഷാമോനെ, ഇജൊന്നാണ്ട് നുസിൻ്റെ അടുത്ത് കാണാൻ പോയിക്കാ. എന്നോട് എന്തെങ്കിലും പറയാണ്ടേ ചോദിച്ചോക്കട്ടെ. അപ്പോൾ തന്നെ ഷമ്മാസ് പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാൽ എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉമ്മാനോട് പറഞ്ഞോട്ടെ.
മോനെ എന്തേ ഉമ്മാൻ്റെ കുട്ടി പറയും എന്തേ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഇജ്ജ് ഇതിൽ നിന്ന് പിന്മാറണം. എനിക്ക് ഒരിക്കലും മനസ്സൊക്കെ തൃപ്തിയില്ല കേട്ടോ. എനിക്ക് അത്രക്കും ഒരു ഇഷ്ടമുള്ള സംഭവം മിസ്രിനായിട്ട് എന്നെ കെട്ടിച്ചാന്നുള്ളത്. നിങ്ങൾ രണ്ടാലും ഒരുമിച്ച് നല്ല രീതിയിൽ റാത്തോടു കൂടി ജീവിക്കണ കാണാൻ എനിക്ക് വല്ലാത്തൊരു ബോധ്യമുണ്ട് മോനെ. എന്തി ഉമ്മാൻ്റെ കുട്ടിക്ക് പറ്റിയത് പറയേ? എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്തല്ലേ ഞാൻ? ഹിജിൻ്റെ മോനല്ലേ, ഒന്ന് പറയും. ഉമ്മാൻ്റെ കുട്ടിക്ക് എന്ത് വിഷമം, എന്താ ഒരു പിന്തിരിയാൻ കാരണം? ഇപ്പോൾ ഫസീലും വിളിച്ചപ്പോൾ പറഞ്ഞു ഓനക്ക് വലിയൊരു ഇതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്തിപ്പോൾ പറ്റിയത്? എന്താ പറ്റിയത്? എന്താ സംഭവിച്ചത് പറയേ? ഉമ്മ, എനിക്ക് നിങ്ങളോട് ഞാനത് ആരോടും ഒരു കൂട്ടുകാരനോട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നല്ലാതെ ഉമ്മ, ഞാൻ അതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം മറ്റൊന്നുമല്ല. എനിക്കുമ്മ ഒരു ഫോൺ കോൾ വരുന്നു. ഫോൺ കോളോ? അനക്കോ? അതെ ഉമ്മ. ആ ഫോൺ കോളിൽ പറയുന്നത് ആരാണ് മനസ്സിലായി? ആണോ പെണ്ണോ? ആണാണ്. നീ എങ്ങാനും അവളെ നിക്കാഹ് കഴിക്കാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്നങ്ങ് മാറ്റി വെച്ചേക്ക്. അഥവാ നീ എങ്ങാനും നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഭൂലോകത്ത് നിന്ന് വാഫി ഉസ്താദിനെയും മിസ്രിയെയും പറഞ്ഞു വിടും പെട്ടെന്ന്. പിന്നെ എങ്ങനെ ഉമ്മ ഞാനത്? അത് കേട്ട ആവശ്യമോ ശരിക്കും ഞെട്ടി. ലാ ഹൗല വലാ, പടച്ച റബ്ബേ, എന്തൊക്കെ ഞാൻ കേൾക്കണ റഹ്മാനേ. ആരാണ് എൻ്റെ കുട്ടീനെ എങ്ങനെ വിളിച്ച് എമ്മട്ടം ഭീഷണിപ്പെടുത്തിയത്? ഞങ്ങളുടെ ജിത് മുണ്ടാതെ നിൽക്കുന്നത് വരെ ഈ കണ്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ജിത് മുണ്ടാക്കാൻ പാടുണ്ടോ? ഉമ്മ, ഒരു പക്ഷേ ഞാൻ മുണ്ടിക്കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ അവർക്കൊക്കെ ഒരു ഭീഷണി ആവുമെന്ന് കരുതിയിട്ട്. ഓ, എന്ത് ഭീഷണി? ഒരു ഭീഷണിയില്ല. ഇത്രക്കും തണ്ടും തൻ്റെ ഉള്ളവർ ഇവിടെ ഉണ്ടാ? കാട്ടിക്ക ഏന്നാ വിളിച്ചത്? അതുമ്മ, ഇങ്ങോട്ട് കൊണ്ട കുട്ടിയാ നമ്പർ ഞാൻ വിളിച്ചിട്ടേ. ഉമ്മ, അത് വേണ്ട. എൻ്റെ ഫോണിൽ നമ്പർ ഉണ്ടോ ഇല്ലേ? നമ്പറുണ്ട്, ഇതിലേക്ക് വന്നത്. ഞാൻ സേവ് ചെയ്തിട്ടൊന്നുമില്ല. അതതുപോലെ ഇങ്ങനെ കോൾ ലിസ്റ്റിൽ കിടപ്പുണ്ട്. എന്നങ്ങോട്ട് കാട്ടിക്കാണി, മനോട്ട് എന്നെ അടിച്ചാണി അടി. ഉമ്മ, അത് വേണ്ട. അവർ ശത്രുക്കളാണ്, ഒന്നിനും മടിക്കാത്തവരാണ്. ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉമ്മ എന്തെയും എൻ്റെ പൊന്നാരൻ്റെ കുട്ടിയെ ഒന്നും കാര്യമാക്കണം. ഇങ്ങോട്ട് കൊണ്ട ഫോണേ കൊണ്ട. ഇതാ നമ്പർ. അപ്പോൾ തന്നെ ആയുഷ്യമ്മ അതാ കോൾ ചെയ്യുന്നു. ഉമ്മ, അതിലേക്ക് വിളിക്കണ്ട. അത് ആരായാലും ഇപ്പം എന്താ, ഏത് കൊമ്പത്തുള്ളവരാണെങ്കിൽ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ ബെല്ലടിക്കുന്നു. ശരിക്കും കുഞ്ഞ് ഞെട്ടിപ്പോവുകയാണ്. പഠിച്ചോനെ, ഉമ്മ വിളിക്കുകയാണല്ലോ. ഹലോ. മറുതലക്കിൽ നിന്ന് അല്പം ഗൗരവമേറിയ ഒരു ശബ്ദം. അല്ല, എന്തിയപ്പോൾ നിങ്ങൾ കുഞ്ഞുവിനോട് എന്തൊക്കെ വിളിച്ച് പറഞ്ഞെന്നൊക്കെ പറഞ്ഞേട്ടല്ലോ. എന്തിയപ്പോൾ അത്? ഇതാരാണ് വിളിക്കുന്നത്? ഞാനും എൻ്റെ ഉമ്മയാണ്. എന്തിയേ? പിന്നെ എന്താ നിങ്ങൾ കുട്ടികളോട് ഇങ്ങനെയൊക്കെ ഓരോന്ന് തൊള്ളി തോന്നിയത് പറയണത്? നിങ്ങളിപ്പോൾ ആരാ? ഏതെങ്കിലും ആൾക്കാരെങ്ങനെ തൊള്ളി തോന്നിയെന്ന് പറഞ്ഞ് പേടിപ്പിച്ച കുട്ടികളാ? എന്ത് കാര്യത്തിന്? ആരാണ് ഈ സംസാരിക്കുന്നത്? നിങ്ങൾ തെളിയിച്ച് പറയൂ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, ഞാൻ നിങ്ങൾ ആരെന്ന് കരുതിയിട്ടാണ് വിളിക്കുന്നത്? മനുഷ്യനാണെന്ന് കരുതിയിട്ടാണ് വിളിക്കണത്. മനുഷ്യൻ തന്നെ അല്ല, അതോ ജിന്നൊന്നല്ലല്ലോ. പിന്നെ നിങ്ങളെന്തീ കുട്ടികളെ കുറിച്ച് ഓരോന്ന് പറയണത്? ഞാൻ അറിയായിട്ട് ചോദിച്ചാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ കുട്ടികളെ ഇടങ്ങാറാക്കാൻ പാടുണ്ടോ? അല്ല, എന്തിയപ്പോൾ കുഞ്ഞുവിനും മിസ്രിനെ കല്യാണം കഴിക്കണേ നിങ്ങൾക്ക് വലിയ ബേജാറ്? നിങ്ങൾക്ക് എന്ത് ബേജാറുള്ളത്? അങ്ങനെ നിങ്ങൾ മുന്നിക്ക് കണ്ട് വരി. മുന്നിക്ക് വന്ന് ആ കുട്ടീനെ മുമ്പിലിട്ട് നിങ്ങൾ ചോദിച്ചി, കുട്ടിക്ക് നിങ്ങളോടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ മോൻക്കോ ആർക്കാന്ന് വെച്ചാൽ കല്യാണം എന്ന് വെച്ചാൽ കുട്ടീനോട് ചോദിച്ചോളി. പിന്നെ രണ്ടാളെ സമ്മതമില്ലാതെ കല്യാണം ഒരിക്കലും നടക്കൂല കേട്ടോ. ഒരു കൂട്ടരുടെ സമ്മതം മാത്രമാണ് കല്യാണം നടക്കൂല. പിന്നെ എന്തിനാ കുട്ടീനെ കാലാകാലം ജയിലിലിട്ട പോലെ നിൽക്കാനോ? അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടികളെ വിളിച്ചു കണ്ട് ഭീഷണിപ്പെടുത്തില്ലേ. ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ വകുപ്പ് വേറെ ഉണ്ട്. പിന്നെന്താ പറഞ്ഞത്? ഭൂമുഖത്തുനിന്ന് ഇല്ലായ്മ ചെയ്യുന്നോ? അതിന് മാത്രം ഇവിടെ ആരും ആയിട്ടില്ല. മനസ്സിലായല്ലോ? പിന്നെ കുട്ടികൾ അതും വിളിച്ചു കണ്ട് ഇനിയും ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നേരെ കേസാണ് കൊടുക്കേക്കാരം. മനസ്സിലാക്കിക്കോളി. നിങ്ങൾക്ക് ഐഷുമാനെ അറിയില്ല. അല്ല പിന്നെ അതും പറഞ്ഞ് അതാ കോൾ കട്ട് ചെയ്തു. ഐഷുമ്മ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. കുഞ്ഞു ചെയ്തത്. ഉമ്മ, അത് എന്താ മോനെ, അങ്ങനെ എന്തെങ്കിലും ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറയണം. എന്നോട് ഒരു കാര്യമില്ലാതെ വിളിച്ചെന്നെ പേടിപ്പിച്ച് നെട്ടിച്ചേക്കാണ്. ഓനോളെ കെട്ടാൻ പുതിൻ്റെ മുന്നിക്ക് വരട്ടെ. മുന്നിക്ക് വന്നിട്ട് സമ്മതം ചോദിച്ചട്ടെ. ആ പെൺകുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ, ഞമ്മക്ക് കുഴപ്പമില്ല.
ശരിക്കും ഐഷമ്മയുടെ ആ ധൈര്യം കണ്ട് കുഞ്ഞു തന്നെ ഞെട്ടി. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട്, എനിക്ക് വരാൻ പറ്റുമ്മ, നിങ്ങളുടെ ചർച്ച കഴിഞ്ഞോ? ആ അങ്ങോട്ട് പോര്, ഇനി ഇങ്ങോട്ട് പോര്. അല്ല, എന്തായിരുന്നു വലിയ ഇൻ്റർനാഷണൽ കോളൊക്കെ ചെയ്യുന്ന പോലെ ശബ്ദമൊക്കെ കേട്ടിരുന്നല്ലേ, എന്തേ സംഭവം? അത് എൻ്റെ പൊന്നാരൻ്റെ ഷമ്മാസെ, ഇവനിതൊക്കെ ഒളിച്ച് വെച്ചേക്കേനു. ഇങ്ങനത്തെ ഇതൊക്കെ ഒളിച്ച് വെക്കാൻ പാടുണ്ടോ? പൊന്നാര കുഞ്ഞുജി ഇങ്ങനെ പച്ചപ്പാവാവല്ലോ. കുറച്ചൊക്കെ നല്ല മട്ടത്തിന് കുറച്ച് ധൈര്യവും ശക്തിയൊക്കെ ആൺകുട്ടികൾക്ക് വേണം. അതായത് ഒരാൾ എന്തെങ്കിലും വിളിച്ച് പറയുമ്പോഴത്തേനെ പേടിച്ചിറുകി നിൽക്കല്ല. അത് മാണ്ട ആൾക്കാരോട് പറഞ്ഞതിനൊരു പരിഹാരം കാണാണ് വേണ്ടത്. ഉമ്മ എന്ത് പറയുന്നത്? എൻ്റെ പൊന്നാര ഷമ്മാസെ, മിസിരിൻ്റെയും ഓൻ്റെയും കല്യാണം നടന്നാൽ മിസിരിയും വാഫി ഉസ്താദ് ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്നാണ് ഫോൺ കോൾ വന്നിക്കണത്. എന്താ അപ്പോൾ അതൊക്കെ പേടിച്ച് ഉള്ളിൽ വെച്ച് ഉരുകി ജീവിക്കുക ഓനെ. എന്നിട്ട് ഫസീല ഭക്ഷണം കഴിക്കാനും ഓനക്ക് വേണ്ട ഉറക്കമില്ല. അങ്ങനെ ഓരോ ഇടങ്ങാറ്. അന്നിപ്പോൾ മുസ്ലിം തങ്ങളടുത്ത് പോയിക്കണ്ട ആ പനിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവർ എന്തിൻ്റെ കേടാണ്? എന്തായാലും കാര്യങ്ങളൊന്ന് സംസാരിക്കുക വേണം. ഉമ്മ ആരെ വിളിച്ചു നിങ്ങൾ പറയണത്? അതെ, ഞാൻ പറഞ്ഞു വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളെന്താ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം മുന്നേക്ക് കൊണ്ട് വന്ന് ചോദിക്കണം വേണ്ടത്, അല്ലാതെ പാത്തും പതുങ്ങി ഉള്ളിൽ കൂടെ ഓരോരുത്തരെ വിളിച്ച് ഭീഷണിപ്പെടുത്തല്ല വേണ്ടിയത് ഞാൻ പറഞ്ഞേക്കണ്. ഉമ്മ നിങ്ങൾ ആരെന്ന് വിചാരിച്ചാണ്? അതിപ്പോൾ ഏതായാലും മനുഷ്യന്മാരൻ തന്നെയല്ലേ. കുട്ടികൾ രണ്ടാൾ തമ്മിലേക്ക് ചെറിയൊരു ഇഷ്ടം തുടങ്ങിയിരിക്കണമെങ്കിൽ ഓല കെട്ടിച്ചെടുക്കൽ നമ്മളെ ബാധ്യതയാണ്. അതും നല്ല സോലിഹത്തായൊരു പെൺകുട്ടിയും. പിന്നെയെന്ന് വെച്ചാൽ കുഞ്ഞുവിൻ്റെ അടുത്ത് കച്ചറയും കാര്യങ്ങളും അതുമില്ല. ഓനും നല്ല മട്ടത്തിലുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ പിന്നെ നമ്മളതിന് കൂട്ടു നിൽക്കല്ലേ വേണ്ടിയത്, അല്ലാതെ ഇടങ്ങാറായി ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? കുഞ്ഞോ, എന്തുണ്ടെങ്കിലും എന്നോട് പറയണ്ടേ, ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ട്. ഞാൻ പറഞ്ഞേക്കണം, എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അവിടെ വന്ന് അന്വേഷിക്കല്ലേ വേണ്ടിയതേ. ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മനുഷ്യനെ ഇടങ്ങാറ്. കുഞ്ഞോ, ഈ ഒരു പേടിയും പേടിക്കണ്ട കേട്ടാ. ഞമ്മക്ക് ഈ കല്യാണം റാത്തോട് കൂടി നടത്തണം. മിസിരിന് ഒരു കുട്ടിയും കൊണ്ടുപോകില്ല. ഒരു പേടിയും പേടിക്കണ്ട. അല്ല, എൻ്റെ മോൻക്ക് മിസിരിന് ഇഷ്ടമല്ലേ? ഉമ്മ, എനിക്ക് ഓള് മാത്രമേ ഇഷ്ടമുള്ളൂ. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഓള് മാത്രം. എന്നാൽ അവൻ്റെ ആ ആഗ്രഹം അതായിരുന്നു. പൊന്നാര കുഞ്ഞോ, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. പിന്നെ ആരെങ്കിലും കന്നെ എതിർക്കാൻ ഇതിന് നിൽക്കുകയാണെങ്കിൽ വേണ്ടപ്പെട്ടവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സംസാരിച്ചതിനുള്ള തീരുമാനം എടുക്കണം. അല്ലാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കരുത് കേട്ടാ. ആയിഷമ്മയുടെ വാക്കുകൾ കേട്ടാ കുഞ്ഞു അല്പം ആശ്വസിച്ചു. റബ്ബേ, എന്നാലും എൻ്റെ ഉമ്മയും ഉപ്പയും പാവങ്ങളാണ്. അവർക്ക് ആരോടും പറയാനും പ്രതികരിക്കാനും കഴിയില്ല. പക്ഷേ ആയിഷമ്മ ഉള്ളത് കൊണ്ട് അല്പം ഒരു ആശ്വാസം. പൊന്നാര കുഞ്ഞോ, ഉമ്മാൻ്റെ കുട്ടി, ഒരു പേടിയും പേടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നേരിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതാണ് വേണ്ടത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടിനെ എങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്, എന്ത് കാര്യത്തിനാണ് അതും ചോദിക്കണം. എന്നിട്ട് മതി ബാക്കി മുന്നോട്ടുള്ള പോക്ക്. അല്ലാതെ ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചോളി. എന്നാലും നിങ്ങൾക്കൊരു സുഖം പുറത്തും തരുമോ? ഇല്ല. കാരണം ഈ ഒരു മുച്ചന്തി മോന്തിക്കൊക്കെ ഈ ഒരു ഫോൺ കോളും ഇതൊക്കെ നട്ടപ്പാതിരൊക്കെ വന്നാൽ എനിക്ക് പേടിയാവൂലേ? കാരണം അത് കാട്ടും ഇത് കാട്ടും എന്നൊക്കെ പറഞ്ഞാൽ, അതുകൊണ്ട് അതാണ് തീർക്കണം. എന്നിട്ട് നമുക്ക് കല്യാണത്തിൽ കണ്ട് കിടക്കുക, അതായിരിക്കും നല്ലത്. ആയിഷമ്മയുടെ വാക്കുകൾ കേട്ട് ശരിക്കും ഷമ്മാസ് വരെ ഞെട്ടി. ഓ, ജഡ്ജിയേക്കാൾ വലിയ ജഡ്ജിയാണ് ആയിഷമ്മ. ശരിക്കും ആയിഷമ്മയുടെ വാക്കുകൾ കേട്ട് ഷമ്മാസ് വായ പൊത്തി പതുക്കെ ചിരി. എന്താ ഷാമോനെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയേ. ഉമ്മ, ഒരു തെറ്റുമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അല്ലേ ഉമ്മ, മോനെ, ഞാൻ കളി തമാശയിലൊക്കെ ഞാൻ പങ്കുചേരും, അതൊക്കെ ശരി തന്നെയാണ്. പക്കെങ്കിൽ ഇങ്ങനത്തെ ഇജ്ജാതി കാര്യങ്ങൾ പേടിച്ച് ഇതുകൊണ്ട് ഇങ്ങനെ പേടിച്ച് ഒരു മനുഷ്യൻ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനും വലിയത്. എനിക്കിപ്പോൾ അതിൻ്റെ കാരണം അറിയണം. എന്തുകൊണ്ടാണ് ഈ കുട്ടീനെ അമ്മട്ട പോലെ പീഡിപ്പിച്ചതെന്നുള്ളത്. ഒന്നുമല്ല, ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു പീഡനം തന്നെയാണേ. ഫോൺ വിളിച്ചുകാണ്ട് ഓല കൊല്ലും മറ്റോലെ കൊല്ലും ഇല്ലാതാക്കും, ഭൂലോകത്തുനിന്ന് കൊണ്ടുപോകും, അങ്ങനെയൊക്കെ പറഞ്ഞു ഒട്ടും സമാധാനം ഉണ്ടാവും അതിന്. അതുകൊണ്ട് തന്നെ കല്യാണം വരെ മാണ്ട വെച്ച് നിൽക്കുകയാണല്ലോ പേടിച്ചിട്ട്. ഞാനാണ് പറഞ്ഞു. എന്നാൽ ഈ സമയം അതാ പ്രിൻസിപ്പൾ, അദ്ദേഹം ആ ഫോണും പിടിച്ച് അതിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നാലും ഏതായിരിക്കും ഈ സാധനം? എന്നോട് എത്രയോ സ്ഥാപനങ്ങളുടെ ഉടമയായ അല്ലെങ്കിൽ അവിടെയൊക്കെ പ്രിൻസിപ്പളായ എന്നോട് ഇത്രമാത്രം ധൈര്യം ആർക്കുമില്ല ഇവിടെ സംസാരിക്കാൻ. ഒരു കുട്ടി എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്നെ വളരെയധികം ബഹുമാനത്തോടെ മാത്രമാണ് എല്ലാവരും കരുതിയിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പോൾ എന്താ കഥ?
ഈ സ്ത്രീ എന്ത് കരുതിയിട്ടാണ് എൻ്റെ നേർക്ക് എടുത്തത്? അതെ, എനിക്ക് ചില ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എതിർക്കാൻ ഒരാളും ഞാൻ സമ്മതിക്കൂല. അതെ മുഹ്സി, അത് എനിക്കുള്ള പെണ്ണാണ്. അത് ഇനിയിപ്പോൾ ആരെങ്കിലും കയറി മറിഞ്ഞിട്ടും കാര്യമില്ല. അവള് എൻ്റെതാണ്. ഞാൻ അവളെ മനസ്സിൽ വെച്ചതാണ്. കുറച്ച് പ്രായം കൊണ്ട് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും അതെ, ഞാനും ഓളും തമ്മിൽ. എന്നാലും എനിക്ക് മുഹബത്ത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓളെ കെട്ടണം. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. ശരിക്കും അയാളുടെ വാക്കുകൾ, അയാളുടെ മനസ്സിലെ അവസ്ഥകൾ അതായിരുന്നു. എന്നാൽ അതാ അയാളുടെ കൂട്ടുകാരൻ എന്താ പ്രിൻസിപ്പളെ നിങ്ങളിങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കണത്? അതെ, നമ്മളെ ആഗ്രഹം ആരെങ്കിലും തല്ലിക്കെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എന്ത് ആഗ്രഹം നിങ്ങൾക്ക്? ഭാര്യയും 3-4 കുട്ടികളുള്ള നിങ്ങൾക്ക് ഇനി എന്ത് ആഗ്രഹമുള്ളത്? എൻ്റെ പൊന്നാര ചങ്ങായി, ഭാര്യയും 3 കുട്ടികളും 4 കുട്ടികളുണ്ടെന്ന് എന്നെ കണ്ടാൽ തോന്നുമോ? ഇല്ലല്ലോ. അതൊന്നും പറ്റി ഇവിടെ പറയണ്ട. എനിക്ക് എൻ്റെ മനസ്സിലൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിക്കണ്. ആ പെണ്ണിനെ ഞാനങ്ങോട്ട് എൻ്റെ വരുതിയിലാക്കി കൊണ്ടുവരും. എൻ്റെ പൊന്നാര ഉസ്താദ്, നിങ്ങളിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? അതെ, എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം അതാണ്. പക്ഷെ അതാരെങ്കിലും തല്ലിക്കെടുത്താൻ ശ്രമിച്ചാലുണ്ടല്ലോ പിന്നെ എനിക്ക് സമാധാനമല്ല. ഇന്നൊരു തള്ള എന്നെ വിളിച്ച് കുറേ ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞു വെച്ചാൽ ഞാനൊരു ഇത് കൊടുത്തിരുന്നു, ഒരു ഭീഷണി. അതായത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ഒരാളോട് കെട്ടാൻ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവനക്കുള്ള പണി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇന്നതൊരു സ്ത്രീ വിളിച്ച് എന്നെ ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞു. ആ ഒരു ടെൻഷനിലാണ് ഞാനിപ്പോൾ. എന്നാൽ ഈ സമയം പുത്തൻവീട് തറവാട്ടിൽ അതാ ആളുകളെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണല്ലോ നമ്മുടെ സമീറയുടെ കുഞ്ഞുങ്ങളുടെ മുടി കളച്ചിൽ. എല്ലായിടത്തും ഉസ്താദും ഷമ്മാസും പോയി പറഞ്ഞു. കുഞ്ഞുവിനോട് ഉമ്മ ആയുഷ്മ പ്രത്യേകം പറഞ്ഞു, പൊന്നാര മോനെ, ഉമ്മാൻ്റെ കുട്ടി പേടിക്കണ്ട. ഇനി അങ്ങനെ എന്തെയുണ്ട് ഇന്നോജി അപ്പം തന്നെ വിളിച്ച് പറയണ്ടേ. അതിനല്ലേ ഞാൻ കൊടുത്തോണ്ട്. കാരണം എന്താണ് അതിൻ്റെ പിന്നിൽ നിന്ന് നമുക്കൊന്ന് അറിയണം. എന്തിനും മിസ്രീനും വെച്ച് ചോദിക്കണം. മിസ്രീനും വെച്ച് ചോദിച്ചിട്ട് ഓൾക്ക് അതിൻ്റെ അഭിപ്രായം എന്താ അതും കൂടി അറിയണം. എന്നിട്ട് ഞമ്മക്ക് അതിൻ്റെ മട്ടം പോലെ എന്താ വെച്ചാൽ ചെയ്യാം. മനസ്സിലായല്ലോ? ഒരാളെ പേടിച്ച് ജീവിക്കാനൊന്നും കഴിയൂല. ജീവിതം ഒന്നേ ഉള്ളൂ. അതൊരാളെ പേടിക്കാതെ നല്ല മട്ടത്തിൽ റാഹത്തോടു കൂടി ഇസ്സത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണ് വേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. കുഞ്ഞിന് അല്പം സമാധാനമായി. എന്നാൽ അവന് അപ്പോൾ തന്നെ ഫസീലത്തൊക്കെ വിളിച്ചു. ഹലോ, മോനെ, ഐഷുമ വിളിച്ചത് എന്തിനായിരുന്നു? അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വരാൻ, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന്. ആയിക്കോട്ടെ മോനെ, ഞങ്ങളെന്തായാലും നാളെ രാവിലെ വരാം കേട്ടോ. ആയിക്കോട്ടെ എന്നാൽ, ഇൻഷാ അല്ലാ. നാളെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ മറ്റൊരു അധ്യായം ആരംഭിക്കുകയാണ്. അതെ, നമ്മുടെ സമീറയുടെയും നമ്മുടെ ഫൈസി ഉസ്താദിൻ്റെയും 2 മക്കളുടെ മുടികളച്ചിലാണ് നാളെ പുത്തൻവീട് തറവാട്ടിൽ നടക്കുവാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഈ സമയവും നമ്മുടെ ആയിഷമ്മ ഓർത്ത് തൻ്റെ പ്രിയപ്പെട്ട മോനെ നവാസിനെ, മോനെ ഷാമോനെ, എന്തോ ഉമ്മ, എന്നാലും എൻ്റെ കുട്ടി വിളിച്ചിരല്ലേ, വല്ലാത്തൊരു പുതുമ തന്നെ. എൻ്റെ കുട്ടി ഇത്രയും എന്നെ ഓർമ്മയില്ലാതായല്ലോ എനിക്ക്. ഉമ്മ നിങ്ങൾ കരയില്ലേ, നവാസ്ക്ക് എത്താൻ പറ്റുന്നുണ്ട്, എത്തും. നവാസ്ക്ക് അത്ര ദുഷ്ടനൊന്നുമല്ലല്ലോ, പാവല്ലേ. എന്നാലും ഞാൻ എൻ്റെ കുട്ടീനെ വിളിച്ചിട്ടോ എടുത്തതും ഇല്ല, വല്ലാത്തൊരു ഇടങ്ങാറ് എനിക്ക്. ആയിക്കോട്ടെ, ഓനും എൻ്റെ ബിസിനസ്സും കാര്യമായിട്ട് അങ്ങനെ നടക്കട്ടെ. ഓൻ്റെ സ്വന്തം വീട്ടിലാണ് ഈ കണ്ട പരിപാടിയൊക്കെ നടക്കുന്നത്. ഒരു ദിവസം എൻ്റെ കുട്ടി ഇല്ല, ഞാൻ പരിപാടിക്ക് ഇല്ല, ഞാൻ ഇപ്പം എന്ത് ചെയ്യാം? മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം റബ്ബേ, അല്ലാ. എന്നാൽ ഈ സമയം അതാ സമീറയുടെ അരികിലേക്ക് ഐഷുമ്മ ചെന്നു. മക്കളെ, എവിടെ ഉമ്മമാരുടെ കുട്ടികളെവിടെ? പഠിച്ചോനെ, കണ്ണൊക്കെ തുറന്ന് കെടുക്കുന്നുണ്ട് രണ്ടാളല്ലേ. അല്ലോ പച്ചോനെ. അതെ, ആ മുറിയുടെ ആ മങ്ങിയ ഇരുട്ടിൽ അവരുടെ തിളങ്ങുന്ന കണ്ണുകൾ ഐഷുമ്മയെ നോക്കുന്നത് പോലെ തോന്നി. അതെ, മാഷാ അല്ലാ, 4 കണ്ണുകൾ അതിങ്ങനെ തിളങ്ങുന്ന കാണുമ്പോൾ ഒരു നിമിഷം ഐഷുമ്മ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാ, അൽഹംദുലില്ലാ, റബ്ബേ നീ തന്നെയാണല്ലാ ഏറ്റവും കാരുണ്യവാന്. അതെ, റഹ്മാനും റഹീമുമാണ് നീയെ പടച്ച റബ്ബേ. എന്തെന്നറിയില്ല, വല്ലാത്ത സന്തോഷം. തലേ ദിവസം തന്നെ റജിനത്തിയും മക്കളും എല്ലാവരും എത്തിത്തുടങ്ങി. ഏകദേശം രാത്രിയായി തുടങ്ങി. ആ വീട്ടിൽ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം നാളെ ആ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് ആളുകൾ കൂടുന്ന ദിവസമാണ്.
ആളുകളുടെ ഒച്ചപ്പാട് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഷമ്മാസേ, ആ മേശ അങ്ങോട്ട് കുറച്ച് മാറ്റിക്കോ. ഹമീദെ, ഈ കസേരകളെ പന്തലിൻ്റെ അകത്തേക്ക് വെച്ചോളൂ. വെള്ളത്തിന് ടാങ്കൊക്കെ നിറച്ചോ? ലൈറ്റൊക്കെ ഒന്ന് പരിശോധിക്കണം കേട്ടോ. ഓരോ ശബ്ദവും ഓരോ ജോലിയെക്കുറിച്ചായിരുന്നു. ആർക്കും ഇരിക്കാൻ പോലും സമയമില്ല. അപ്പോഴാണ് റോഡിൽ നിന്ന് ഒരു വലിയ ലോറിയുടെ ശബ്ദം കേട്ടത്. വീട്ടുമുറ്റത്ത് നിന്നിരുന്ന കുട്ടികളെല്ലാവരും ഓടിച്ചെന്നു. ലോറി വന്നു, ലോറി വന്നു. ഷമ്മാസ് വേഗം ഗേറ്റിനടുത്തേക്ക് നടന്നു. ലോറി മുറ്റത്തേക്ക് കയറി പതുക്കെ നിന്നു. ഡ്രൈവർ ചിരിച്ചുകൊണ്ട് താഴെ ഇറങ്ങി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എത്തിച്ചല്ലോ. ലോറിയുടെ പിൻവാതിൽ തുറന്നതോടെ വലിയ ശബ്ദമായി. ഒരുപാട് സാധനങ്ങൾ, വലിയ പാത്രങ്ങൾ, അടുക്കളക്കുള്ള ഉപകരണങ്ങൾ, പാചകത്തിന് വേണ്ട സാധനങ്ങൾ എല്ലാം ഒന്നൊന്നായി ഇറങ്ങാൻ തുടങ്ങി. ഷമ്മാസ് ഓരോന്നും ശ്രദ്ധയോടെ പരിശോധിച്ചു. ഇത് അടുക്കളയിലേക്ക്, ഇത് സ്റ്റോറിലേക്ക്. ഈ വലിയ പാത്രങ്ങൾ പിന്നിലെ ഷെഡിൽ കൊണ്ടുപോയി വെക്കൂ. വന്നവരെല്ലാം ഒരു കുടുംബം പോലെ ജോലി ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു വാഹനം കൂടി എത്തി. ഇത്തവണ വന്നത് മൃഗങ്ങളുമായിട്ടായിരുന്നു. ഷമ്മാസ് അടുത്തേക്ക് നടന്നു. എല്ലാം സുരക്ഷിതമായിട്ട് എത്തിയല്ലോ? അതെ, എല്ലാം നല്ല ആരോഗ്യത്തിൽ തന്നെയാണ്. ആളുകൾ ചേർന്ന് അവയെ സൂക്ഷിച്ച് ഇറക്കി. വീട്ടുമുറ്റത്ത് ചേർന്ന സ്ഥലത്ത് അവയ്ക്കായി നേരത്തെ ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിഷമ്മ സന്തോഷത്തോടെ പറഞ്ഞു, അൽഹംദുലില്ലാ, ഒട്ടും കുറവ് വരരുത് കേട്ടോ. ഷമ്മാസ് ചിരിച്ചു. ഉമ്മ, നിങ്ങൾ വിഷമിക്കണ്ട. നാട്ടുകാർ ഒക്കെ വരുമല്ലോ മോനെ, അവർക്കൊന്നും ഒരു കുറവും വരുത്തരുതേ. അതുകൊണ്ടാണ് ഉമ്മ എല്ലാം നന്നായി ഒരുക്കുന്നത്. ആയിഷമ്മ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. പിന്നെ ഷമ്മാസിനെ വിളിച്ചു. മോനെ. എന്തുമ്മ? എനിക്കൊരു ചെറിയൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നടാ. ഷമ്മാസ് പുഞ്ചിരിച്ചു. ഉമ്മയുടെ ആഗ്രഹം പറയൂ. മോനെ, നമുക്ക് ഒട്ടകം കിട്ടിയിരുന്നെങ്കിൽ. ആയിഷമ്മ അല്പം മടിച്ചുകൊണ്ടാണത് പറഞ്ഞത്. എത്ര ഭംഗിയായിരുന്നു. ഷമ്മാസ് ഒരു നിമിഷം അമ്പരന്നു. ഒട്ടകമോ? അതെ മോനെ. അവർ ചിരിച്ചു. അറബ് നാട്ടിൽ വലിയ ആഘോഷങ്ങളിൽ ഒട്ടകം ഉണ്ടാകാറുണ്ടല്ലോ എപ്പോഴും. രാജസ്ഥാനിലൊക്കെ ഒട്ടകമുണ്ടെന്നും ആളുകൾ പറയാറുണ്ട്. ഷമ്മാസ് സ്നേഹത്തോടെ ചിരിച്ചു. ഉമ്മ, ഞാൻ അന്വേഷിച്ചു നോക്കാം. പക്ഷേ ഇത്ര പെട്ടെന്ന് കിട്ടുമോ അറിയില്ല. കാരണം കുറച്ച് മുമ്പേ പറയണമായിരുന്നു, ബുക്ക് ചെയ്യണമായിരുന്നു. കിട്ടിയില്ലെങ്കിൽ വിഷമമില്ല മോനെ, നമ്മുടെ ഒരുക്കത്തിൽ ഒരു കുറവും വരില്ല ഉമ്മ. അതെ, അതാണ് എനിക്കും വേണ്ടത്. അല്ലേ, എനിക്ക് തോന്നുന്നു ഒട്ടകം കൂടി ആയിക്കഴിഞ്ഞാലേ ഗംഭീരമായിരുന്നല്ലോ മോനെ. ഉമ്മ, ഞാൻ നോക്കട്ടെ, എങ്ങനെങ്കിലും പറ്റുമെങ്കിൽ കേട്ടോ. ഒരു മുതിർന്നയാൾ പറഞ്ഞു. ആയിഷമ്മയുടെ ആഗ്രഹം വലുതാണല്ലോ. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ സ്നേഹമുണ്ടായിരുന്നു. ഷാമോനെ, ആയിഷമ്മയുടെ ആഗ്രഹം പറഞ്ഞാലേ, അവരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാലേ നമുക്ക് പറ്റുകയാണെങ്കിൽ അത് സാധിപ്പിച്ച് കൊടുക്കണം. എന്താ? എന്നാൽ ഷമ്മാസ് പറഞ്ഞു. എങ്ങനെ? അതൊക്കെ ഉണ്ട് മോനെ, അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ സെറ്റാക്കാം. എന്നാൽ അകത്ത് സമീറ ജനൽക്കരിയിൽ ഇരിക്കുകയായിരുന്നു. രണ്ടു കുഞ്ഞുങ്ങളും അവളുടെ അരികിൽ ശാന്തമായി ഉറങ്ങുന്നു. പുറത്തെ തിരക്ക് അവൾ ജനൽ വഴി ഒന്ന് നോക്കി. ആളുകൾ ഓടി നടക്കുന്നു, വാഹനങ്ങൾ വരുന്നു, സാധനങ്ങൾ ഇറക്കുന്നു. വീടാകെ സന്തോഷത്തിന്റെ ശബ്ദം. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ ഇങ്ങനെയൊരു ദിവസം ഉണ്ടാകുമെന്ന് അവൾ സ്വപ്നം കണ്ടിരുന്നോ? ഇല്ല. പക്ഷെ ഇന്ന് അവളുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരുക്കങ്ങളെല്ലാം. അവൾ പതുക്കെ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ ചുംബിച്ചു. അൽഹംദുലില്ലാ. അവളുടെ ചുണ്ടുകളിൽ നിന്ന് ആ വാക്ക് മെല്ലെ പുറത്തേക്ക് വന്നു. എൻ്റെ റബ്ബേ, ഞാൻ ചോദിച്ചതിലും കൂടുതൽ നീ എനിക്ക് തന്നു. എന്നാൽ ജനലിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു വാഹനത്തിൻ്റെ ഹോൺ മുഴങ്ങി. മറ്റൊരു സംഘം കൂടി എത്തിയിരിക്കുന്നു. പുത്തൻ വീട് തറവാട്ടിലേക്ക് ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തിക്കും തിരക്കും ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. അടുക്കളയിൽ നൂറുകണക്കിന് ആളുകൾക്കുള്ള ഭക്ഷണത്തിൻ്റെ മഹാ ഒരുക്കം. സ്ത്രീകളുടെ കൂട്ടായ്മ, ചിരിയും വിശേഷങ്ങളും, രാത്രി വരെ നീളുന്ന തിരക്കുകളും. എന്തെന്നറിയില്ല, പുത്തൻ വീടിനെ ശരിക്കും ഉണർത്തുന്നതായിരുന്നു അതെല്ലാം. ആയിഷമ്മ അതെല്ലാം കണ്ട് പുഞ്ചിരിക്കുകയായിരുന്നു. ആ രാത്രി പലരും ഉറങ്ങിയില്ല. അവർക്കൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. എല്ലാവർക്കും തിരക്കാണ്. ഫജ്റിന്റെ ബാങ്ക് മുഴങ്ങുന്നതിന് മുമ്പേ പുത്തൻ തറവാട്ടിൽ വെളിച്ചം തെളിഞ്ഞിരുന്നു. അടുക്കളയിൽ അടുപ്പുകൾ കത്തിത്തുടങ്ങി. മുറ്റത്ത് ആളുകളുടെ ശബ്ദമുയർന്നു. ഓരോരുത്തരും ഓരോ ജോലിയിൽ മുഴുകിയിരിക്കുന്നു. വെള്ളം ഇവിടേക്ക് കൊണ്ടുവരൂ. പന്തലിലെ കസേരകളൊക്കെ ഒന്ന് നേരെയാക്കൂ. അതിഥികൾ എത്താം. അധികം സമയമില്ല. വീടിന്റെ ഓരോ കോണിലും സന്തോഷത്തിന്റെ തിരക്കായിരുന്നു. അകത്ത് സമീർ രണ്ട് കുഞ്ഞുങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ വലിയ കുടുംബാഘോഷമായിരുന്നു.
ആയുഷമ്മ മുറിയിലേക്ക് വന്ന് മക്കളുടെ നെറ്റിയിൽ കൈവച്ചു. മോളെ, എത്ര പെട്ടെന്നാണ് ദിവസം വന്നത്. സമീറ മൃദുവായി ചിരിച്ചു. ഉമ്മ, ഇന്നലെ വരെ ഇവരെൻ്റെ കൈകൾ ജനിച്ച കുഞ്ഞുങ്ങളായിരുന്നു. ഇന്ന് ഇവർക്ക് വേണ്ടി ഇത്രയും ആളുകൾ ഒത്തുകൂടുന്നു. ആയുഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അള്ളാഹുവിൻ്റെ കരുണയ്ക്ക് അതിരുകളില്ല മോളെ. അല്പസമയത്തിനകം ബന്ധുക്കളും അയൽക്കാരും ഗ്രാമവാസികളും ഓരോരുത്തരായി എത്തി തുടങ്ങി. വീട്ടുമുറ്റം നിറഞ്ഞു. ഓരോരുത്തരും കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു. അള്ളാഹു ഇവരെ നന്മയിൽ വളർത്തട്ടെ. മാതാപിതാക്കൾക്ക് കണ്ണിൻ്റെ കുളിർമയാകട്ടെ. ഇവർക്ക് ആരോഗ്യ, ഈമാനും ദീർഘായുസ്സും നൽകട്ടെ. ഓരോ ദുആയും ആ വീടിനെ കൂടുതൽ അനുഗ്രഹീതമാക്കി. ഉസ്താദി എല്ലാവരെയും സ്വാഗതം ചെയ്തു. നിങ്ങൾ വന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അള്ളാഹു എല്ലാവരെയും നന്മയിൽ കാത്തു സൂക്ഷിക്കട്ടെ. അതെ, പള്ളിയിലെ ഉസ്താദ്, വളർന്നു പറയുന്ന ഉസ്താദ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇത്രയധികം ആളുകൾ വന്നെത്തിയത്. കാരണം ആ ഉസ്താദിനൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് എല്ലാവരും ശാന്തമായി ഇരുന്നു. ഉസ്താദ് എഴുന്നേറ്റ് നിന്നു. മുഖത്ത് നിറഞ്ഞിരുന്നത് നന്ദിയായിരുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. വർഷങ്ങളായുള്ള ദുആകൾക്ക് ശേഷം അള്ളാഹു ഞങ്ങൾക്ക് ഈ 2 അനുഗ്രഹങ്ങൾ നൽകി. ഈ സന്തോഷം ഞങ്ങളുടേത് മാത്രമല്ല, ഞങ്ങളെ സ്നേഹിച്ചും ദുആ ചെയ്തും നിന്ന എല്ലാവരുടേതുമാണ്. മുറ്റം നിശബ്ദമായി അദ്ദേഹം തുടർന്നു. ഞങ്ങളുടെ 2 മക്കൾക്കും നല്ല അർത്ഥമുള്ള പേരുകളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർ വളരുമ്പോൾ ആ പേരുകളുടെ അർത്ഥം പോലെ തന്നെ നല്ല സ്വഭാവവും ഈമാനും ഉള്ളവരാകട്ടെ എന്നാണ് ഞങ്ങളുടെ ദുആ. പിന്നീട് അദ്ദേഹം കുഞ്ഞുങ്ങളുടെ പേരുകൾ എല്ലാവർക്കും മുന്നിൽ പ്രഖ്യാപിക്കുകയാണ്. ആ പേരുകൾ കേട്ടപ്പോൾ മുറ്റം മുഴുവനും സന്തോഷം കൊണ്ട് നിറഞ്ഞു. മാഷാ അല്ലാഹ്, അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. എത്ര മനോഹരമാണ് ആ പേരുകൾ. എല്ലാവരും ഹൃദയം നിറഞ്ഞ് ആശംസിച്ചു. ചടങ്ങിൻ്റെ ഭാഗമായി കുടുംബം അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിച്ചു. കുഞ്ഞുങ്ങൾക്കായി ദുആകൾ ഉയർന്നു. ഉസ്താദ് കൈകൾ ഉയർത്തിയപ്പോൾ മുറ്റം മുഴുവൻ നിശബ്ദമായി. യാ അല്ലാ, ഈ 2 മക്കളെയും നിന്റെ ഇഷ്ടമുള്ള വഴിയെ വളർത്തണമേ. അവർ മാതാപിതാക്കൾക്ക് സന്തോഷവും സമൂഹത്തിന് നന്മയും നൽകുന്നവരാവട്ടെ. അവരുടെ ജീവിതം ഖുർആന്റെ വെളിച്ചത്തിൽ നിറയട്ടെ. ആമീൻ. 100-ലധികം ശബ്ദങ്ങൾ ഒരുമിച്ച് മുഴങ്ങി. ആ നിമിഷം സമീറയുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. അത് ഇനി വേദനയുടെ കണ്ണീരായിരുന്നില്ല, ഒരു ഉമ്മയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുടെ കണ്ണീരായിരുന്നു. അവർ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് മനസ്സിൽ ഒരേ ഒരു വാക്ക് ആവർത്തിച്ചു, അൽഹംദുലില്ലാ. എൻ്റെ റബ്ബേ, നീ എൻ്റെ ജീവിതം അനുഗ്രഹം കൊണ്ട് നിറച്ചു. അല്പസമയം കഴിഞ്ഞ് ചടങ്ങുകൾ ആരംഭിച്ചു. കുടുംബത്തിലെ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങളുടെ തലമുടി നീക്കം ചെയ്യുന്ന ആചാരം ആദരവോടും ലാളിത്യത്തോടു കൂടിയും പൂർത്തിയാവുകയാണ്. ആ സമയത്ത് ഉസ്താദ് കൈകൾ ഉയർത്തി ദുആ ചെയ്തു. യാ അല്ലാ, ഈ 2 മക്കളെയും നീ നന്മയിൽ വളർത്തണമേ. അവർ ഈമാനിലും സൽസ്വഭാവത്തിലും ഉറച്ചവരാകട്ടെ. ആമീൻ. മുറ്റം മുഴുവൻ ഒരേ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. ആയിഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്ന് ഇവരെ ഇങ്ങനെ കാണാൻ എൻ്റെ റബ്ബ് എനിക്ക് ഭാഗ്യം തന്നു. അതിനുശേഷം ഷമ്മാസ് ഉസ്താദിൻ്റെ അരികിൽ വന്ന് പതുക്കെ ചോദിച്ചു, ഉസ്താദേ, അക്കീക്കയുടെ കാര്യങ്ങളെല്ലാം തയ്യാറായല്ലോ? ഉസ്താദ് പുഞ്ചിരിച്ചു. അതെ, നമ്മുടെ കഴിവിനനുസരിച്ച് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ്. പ്രധാന കാര്യം അക്കീക്ക ഒരു വിരുന്ന് മാത്രമല്ല, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ ശുക്ർ പറയുന്ന അവസരമാണ്. ആയിഷമ്മയും സംഭാഷണത്തിൽ ചേർന്നു. മോനെ, ആളുകൾ ഇത്രയും വന്നിട്ടുണ്ടല്ലോ, അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം കേട്ടോ. അതെ ഉമ്മ, ഷമ്മാസ് പറഞ്ഞു. ആളുകളുടെ ഒരുക്കവും ഭക്ഷണത്തിൻ്റെ ഒരുക്കവും എല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ അതാ ആ മുടികളച്ചിലിൻ്റെ ആ ഒരു സദസ്സിലേക്ക്, അല്ലെങ്കിൽ പുത്തൻ വീട്ടിലേക്ക് റാഹിലയുടെ ജ്യേഷ്ഠത്തി ഷെറീനയും പതുക്കെ കയറി കൂടുന്നുണ്ട്. ഒരിക്കൽ പോലും ആരും അറിഞ്ഞിരുന്നില്ല. പർദ്ദയായിരുന്നു അവളുടെ വേഷം. ആങ്ങളുടെ ആദ്യ ഭാര്യ സമീറയുടെ മക്കളെ ഒരു നോക്ക് കാണുവാൻ അവളുടെയും മനസ്സിൽ കൊതിയുണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ടാൽ അടിച്ചൊടിക്കും. തൽക്കാലം ഇങ്ങനെ നിൽക്കാം. എന്നാൽ ആ മനോഹരമായ 2 കുഞ്ഞുങ്ങളെ ഷെറീന കാണുന്നു. അവർ മുടി കളയുവാൻ വേണ്ടി മടിയിലേക്ക് വെക്കുന്നതും കളയുന്നതും എല്ലാം ശരിക്കും അത്ഭുതപ്പെടുകയായിരുന്നു. എൻ്റെ റബ്ബേ, അപ്പം ഈ മച്ചി പെണ്ണും പെറ്റല്ലോ, വല്ലാത്തൊരു പുതുമന്നണത്. വെറുതെയാണോ മച്ചി വിളിച്ചത്? എനിക്കറിയില്ല. എന്നാൽ നല്ല സ്വന്തം കുട്ടികളെ കിട്ടിയിക്കണ്. ശരിക്കും ഷെറീന ഹിജാബിനുള്ളിലൂടെ അതെല്ലാം നോക്കിക്കാണുകയായിരുന്നു. ഒരിക്കൽ പോലും തൻ്റെ ജ്യേഷ്ഠത്തി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം റാഹിലയും അറിഞ്ഞില്ല. ആ ആൾത്തിരക്കിനിടയിൽ എങ്ങനെ അറിയാനാ?
അകത്തും പുറത്തുമായി സ്ത്രീകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അതെ, ആ കുഞ്ഞുങ്ങളുടെ അക്കീക്ക കർമ്മം നല്ല രീതിയിൽ റാഹത്തോടു കൂടി പുത്തൻ തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അതാ ആയിഷുമ്മയെ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് ആ ഒരു ശബ്ദം പിന്നിൽ നിന്ന് കേട്ടത്. ഒരു നിമിഷം ആയിഷുമ്മ തിരിഞ്ഞു നോക്കി. അവർ ഞെട്ടിത്തരിച്ചുപോയി. ആരായിരിക്കും ആയിഷുമ്മയുടെ പിന്നിൽ നിന്ന് വിളിച്ചത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.